VM സുധീരനും പിണറായി വിജയനും മുതൽ കുമ്മനവും ഉഴവൂർ വിജയനും തുടങ്ങി കുഞ്ഞാലിക്കുട്ടി വരെയുള്ളവരുടെ കേരള യാത്രകൾ അവിടെയായി ചുറ്റിക്കറങ്ങി നടപ്പാണ്. ആര് എവിടെ എത്തിയെന്ന് ആർക്കും അറിയില്ല. ജാഥാ നായകന്മാർ വല്ലതും വിളിച്ചു പറയുമ്പോഴാണ് ഓരോരുത്തരുടെയും ജാഥയെക്കുറിച്ച് ജനം ആലോചിക്കുന്നത്. ഏറ്റവും ഒടുവിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ യാത്ര ആരംഭിച്ചപ്പോൾ ലീഗുകാർ ആകെ അമ്പരപ്പിലായി. കുഞ്ഞാലിക്കുട്ടിയെ തലസ്ഥാനത്തെങ്ങാനും കണ്ടെത്താനായില്ലെങ്കിൽ എവിടെ ചെന്ന് കണ്ടുപിടിക്കും എന്ന പേടി. എന്തായാലും പോണ പോക്കിൽ ഉദ്ഘാടന വേദിയിൽ വച്ചു തന്നെ സകല യാത്രകൾക്കും ഇട്ടൊരു പണി കുഞ്ഞാലിക്കുട്ടി കൊടുത്തു. പോയ യാത്രകളൊക്കെ ഉണ്ടാക്കിയ മാലിന്യം കഴുകി വൃത്തിയാക്കാനാണത്രേ ലീഗിൻ്റെ യാത്ര. കുഞ്ഞാലിക്കുട്ടി ഉദ്ദേശിച്ചത് VM സുധീരനെ ആണോ എന്ന് കോൺഗ്രസുകാർ സംശയിച്ചു തുടങ്ങിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ സുധീരനുണ്ടാക്കിയ മാലിന്യമാണോ ഇനി കുഞ്ഞാലിക്കുട്ടി ഉദ്ദേശിച്ചത്? ഇമാതിരി കുത്തുകളുടെ അകമ്പടി ഉള്ളതുകൊണ്ട് തന്നെ സുധീറിൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും യാത്രാ നാടകം ആളുകൾ ഇതാ ശ്രദ്ധിച്ചു തുടങ്ങി. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിന്യ തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ? മഹർഷേ, എന്റെ മോനെ, അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്? അതോ 2-3 എറ്റാണോ? 10-40 വണ്ട് കൂടിയിട്ടല്ലേ ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു ചോദിക്കാനുണ്ടോ? 10-40 വണ്ട് കൂടെ പിന്നെ നശിക്കൂലേ? എന്റെ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ, അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ വെറുതെ കൊളാക്കരുത് കേട്ടോ. എന്തെങ്കിലും ഒരു കേവല രാഷ്ട്രീയ മുദ്രാവാക്യം എടുത്താൽ പോരെ എന്നാണ് ചിലരിവിടെ ചോദിച്ചത്. സമത്വം, സൗഹൃദം, സമന്വയം, അങ്ങനെ ഒരു ക്യാമ്പയിൻ ഇപ്പൊ വേണമെന്ന പല യാത്രകളും ഇതിലേ പോയി. ആ യാത്രകളൊക്കെ അന്തരീക്ഷം വല്ലാതെ മലീമസമാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കാനാണ് ഞങ്ങളുടെ ഈ യാത്ര. ഈ തപോവന ഭൂവിന്റെ സ്വച്ഛന്തതയിലിരുന്ന് സ്വച്ഛമായി മധു നുകരുമ്പോൾ നീ എന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ കുട്ടി? കുമാര, അനക്കേതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാർ തമ്മിൽ വർഗീയത പാടില്ല. മലബാറിൽ 7 മഹർജി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തനായിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളൂ. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. മഹാമന്ത്രി ഗോവിന്ദനോ? നാം ശ്രീ പൂരാടം തിരുനാൾ നന്ദരാമോർമ്മ മഹാരാജാവാണ്. ക്ഷമിക്കണം തിരുമനസേ, ഭഗവാന്റെ പര്യായം തന്നെയാ ഞാൻ അങ്ങേ വിളിച്ചത്. ഗോവിന്ദ ഗോവിന്ദ, ആയുഷ്മാൻ ഭവ. അവസാനം 2 യാത്രകളും കൂടി ഗോവിന്ദയാകാതിരുന്നാൽ മതി. കഴിഞ്ഞ തവണ സുധീരൻ നടത്തിയ യാത്രയ്ക്കൊടുവിൽ KM മാണിയുടെ കട പുഴകി. ഇപ്പോൾ K ബാബുവും ഇതാ വീണിരിക്കുന്നു. ഇനി കുഞ്ഞാലിക്കുട്ടി തലസ്ഥാനത്ത് എത്തുമ്പോഴേക്കും എന്തൊക്കെയാകും കഥയെന്നറിയാൻ ആകാംക്ഷയുണ്ട്. എന്തായാലും വൈകുന്നേരമാകുമ്പോൾ ചാനലുകളിൽ കയറിയിരുന്ന് ലീഗിനെ വർഗീയ പാർട്ടിയാക്കാൻ ശ്രമിക്കുന്ന ചിലർക്കൊക്കെ മുന്നറിയിപ്പുമുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ തടയാൻ വേണ്ടി ഇങ്ങനെയുള്ള വൈകാരായ TV-യിൽ ചാനലുകളിൽ ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന അല്പസ്വല്പ വാർത്തകൾ, എന്താ ഒരു 24 മണിക്കൂർ ജീവിച്ചിരിക്കുന്ന ആയുസില്ലാത്ത വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് UDF-നെ തടയാൻ കഴിയില്ല. ലീഗ് യാത്രയുമായി പുറപ്പെട്ടു കഴിഞ്ഞു. അതിന് ചില പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമുണ്ട്. ഭരണത്തിൽ കയറുക എന്നതാണ് അതിൽ പ്രധാനം. അപ്പൊ ഞങ്ങളെ ജാഥ എന്ന് പറയുന്നത് 2 ലക്ഷ്യം. ഒന്ന്, ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ തീവ്രവാദ ചുറ്റുപാട്. 2, ഇവിടുത്തെ ഈ ഫാസിസത്തിന്റെ ചെറുക്കൽ, സാമൂഹ്യ പരിഷ്കരണം, ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ മുഴുവൻ ശക്തിയും പുറത്തെടുക്കുകയാണ്. മുഴുവൻ ശക്തിയും പുറത്തെടുത്തുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജനാധിപത്യ ചേരിക്ക് വമ്പിച്ച വിജയം ഉണ്ടാക്കുക. അവസാനം UDF-ലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കയറി നായകനാകാനാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഉദ്ദേശമെന്ന് ചിലരൊക്കെ പേടിച്ചു തുടങ്ങിയിട്ടുണ്ട്.
കുഞ്ഞാലിക്കുട്ടിയെ മറികടക്കാൻ മറ്റു ചിലരും രംഗത്തെത്തിയിട്ടുമുണ്ട്. മകനെ നായകനാക്കി പൊളിച്ചടുക്കാൻ മാണി സാർ ഒരു ശ്രമവും നടത്തി. അതൊരിടവേള കഴിഞ്ഞ് എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ കർത്താവേ, വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. വേഗം